ഇന്നും ഭൂമിയിൽ ചുരുളഴിയാത്തതും ശാസ്ത്രലോകത്തിന് ഒരെത്തും പിടിയും കിട്ടാത്തതുമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ഭൂമിയിലെ കൗതുകം നിറഞ്ഞതും വിചിത്രവുമായ ചില സ്ഥലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടിയാൻസി മൗണ്ടെയ്ൻസ്. അവതാർ സിനിമയിലെ ഹല്ലേലൂയ കുന്നുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ അതിനേക്കാൾ മനോഹരമായ നമ്മുടെ ഭൂമിയിലെ ഒരിടമാണ് ടിയാൻസി മൗണ്ടെയ്ൻസ്. തെക്ക് മധ്യ ചൈനയിലെ വുലിങ്യുവാൻ സിനിക് ഏരിയ റിസർവിലെ ഷാങ്ജിയാൻജിയിലാണ് ടിയാൻസി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. സിങ്ജിയാജി ഫോറസ്റ്റ് പാർക്കും സുവോക്സി താഴ്വരയും ചേർന്ന് ടിയാൻസി പർവ്വതം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ടിയാൻസി എന്നാൽ സ്വർഗപുത്രൻ എന്നാണ് അർത്ഥം. സിയാങ് ഡാക്കുന്റെ ഇതിഹാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ പേരെന്നാണ് കരുതപ്പെടുന്നത്. ടിയാൻസിയിലെ നിരകൾ കൂടുതലും രൂപം കൊണ്ടത് ജലക്ഷാമത്താലാണ്. ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ഒരു വലിയ സമുദ്രത്തിന്റെ ഭാഗമായിരിക്കാം എന്നാണ് ഇതു സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ടിയാൻസി പർവ്വതമാണ് ജെയിംസ് കാമറൂണിന്റെ അവതാർ സിനിമയിലെ പാൻഡോറയ്ക്ക് പ്രചോദനമായത്. എന്നാൽ ടിയാൻസി കുന്നുകൾ രൂപപ്പെടാനുള്ള വ്യക്തമായ കാരണം ശാസ്ത്രലോകത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാനോ ക്രിസ്റ്റലസ് റിവർ, കൊളംബിയ. 5 നിറങ്ങളിലൊഴുകുന്ന നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊളംബിയയിലെ സെറനിയ ഡി ലാ മക്കറീന മലനിരകളിലാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ വിസ്മയ കാഴ്ചയുള്ളത്. 5 നിറങ്ങളണിഞ്ഞ കാനോ ക്രിസ്റ്റൽ എന്ന മനോഹരമായ നദി മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങളിലാണ് ഒഴുകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നദിയായാണ് കാനോ ക്രിസ്റ്റൽ അറിയപ്പെടുന്നത്. ജൂലൈ മുതൽ നവംബർ വരെ നദിയുടെ അടിത്തട്ടിൽ തളിർക്കുന്ന മഗരീനിയ ക്ലാവിഗേര എന്ന ജലസസ്യമാണ് ഈ വിസ്മയ കാഴ്ചയ്ക്കു പിന്നിൽ. കടും ചുവപ്പ് നിറമുള്ള ഈ സസ്യം സൂര്യപ്രകാശത്തിന്റെ വ്യതിയാനം അനുസരിച്ച് മജന്ത, പർപ്പിൾ തുടങ്ങി ചുവപ്പിന്റെ വ്യത്യസ്ത ഭാവങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലുമുള്ള നദീതടത്തിലെ മണൽത്തരികളും നീലനിറത്തിലുള്ള തെളിനീരും കൂടിച്ചേരുമ്പോൾ വർണ്ണങ്ങൾ ഇടകലർന്നൊഴുകുന്ന പ്രതീതിയാണ് കാനോ ക്രിസ്റ്റൽ സമ്മാനിക്കുന്നത്. പഞ്ചവർണ്ണങ്ങളുടെ നദി എന്നും ജലരൂപത്തിലുള്ള മഴവില്ല് എന്നുമൊക്കെ കാനോ ക്രിസ്റ്റലിന് വെളിപ്പേരുകളുണ്ട്. ചെറുതും വലുതുമായ അനേകം വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും സമ്പന്നമാണ് കാനോ ക്രിസ്റ്റൽ. ഇതിനു പുറമെ നദിയിലെ പാറക്കൂട്ടങ്ങളിൽ കാലാന്തരങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ചെറുകുളങ്ങളും ഇവിടെയുണ്ട്. നദിയുടെ അടിത്തട്ട് വരെ ദൃശ്യമാകുന്ന ജലമാണ് കാനോ ക്രിസ്റ്റലിൻ്റേത്. എന്നാൽ ജലജീവികളൊന്നും തന്നെ നദിയിലില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. നദിയിലെ പാറക്കൂട്ടങ്ങളിലും നദീതടങ്ങളിലും ജലജീവികൾക്ക് ആവശ്യമായ ധാതുക്കളില്ലാത്തതാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് നദിയിലെ ചെറുകുളങ്ങളിൽ ജലജീവികളെ പേടിക്കാതെ ഇറങ്ങാനും സാധിക്കും. ജെല്ലി ഫിഷ് ലേക്ക്, പലാവോ. പസഫിക് സമുദ്രത്തിലെ 500-ലധികം ദ്വീപുകളുള്ള പലാവിലെ കൊറോ നഗരത്തിന് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ഒരു പാറദ്വീപാണ് ഈൽ മൽക്ക് ദ്വീപ്. സ്വർണവർണ്ണമാർന്ന ഗോൾഡൻ ജെല്ലി ഫിഷുകളുടെ ആവാസ കേന്ദ്രമായ ജെല്ലി ഫിഷ് തടാകം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വെറും 1/4 മൈലിൽ താഴെ നീളവും 100 അടി ആഴവുമുള്ള ഒരു കൊച്ചു തടാകമാണിത്. ജെല്ലി ഫിഷ് തടാകത്തിൽ 7 ലക്ഷത്തോളം ഗോൾഡൻ ജെല്ലി ഫിഷുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തടാകത്തിലുള്ള ജെല്ലി ഫിഷുകൾ അപകടകാരികളല്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇവ മനുഷ്യരെ കടിക്കുകയുമില്ല. സൂര്യപ്രകാശം പിന്തുടരുന്ന ജെല്ലികൾ എല്ലാ ദിവസവും തടാകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നീന്തും. ആ സമയം സഞ്ചാരികൾക്ക് അവയോടൊപ്പം നീന്താനും സാധിക്കും. ഏതായാലും ഇവിടെ നിങ്ങൾക്ക് നീന്താൻ ഒരവസരം ലഭിച്ചാൽ നിങ്ങൾ അത് ചെയ്യുമോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ദ നാസ്ക ലൈൻസ്, പെറു. റൈറ്റ് സഹോദരങ്ങൾ ലോകത്തിലെ ആദ്യ വിമാനം പറത്തി 120 വർഷം ആകുന്നതേയുള്ളൂ. 1903 ചരിത്രപ്രസിദ്ധമായ ആ യാത്ര. അതിനു മുൻപ് മനുഷ്യന്റെ സഞ്ചാരം ചൂടുവായി നിറച്ച ബലൂണിലായിരുന്നു. അതിനേക്കാളുമെല്ലാം മുൻപ് മനുഷ്യൻ പറന്നിരുന്നത് സ്വപ്നങ്ങളിൽ മാത്രവും. എന്നാൽ പ്രാചീന കാലത്തെ മനുഷ്യർക്കും പറക്കാൻ സാധിച്ചിരുന്നുവെന്ന് വാദമുന്നയിക്കുന്നവർ ഇന്നുമുണ്ട്. അവർക്കായി കാലം തന്നെ ഒട്ടേറെ തെളിവുകൾ കാത്തുവച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊന്നാണ് പെറുവിലെ പ്രാചീന വിഭാഗക്കാർ തയ്യാറാക്കിയതെന്ന് കരുതുന്ന നാസ്ക ലൈനുകൾ. 2019 നവംബറിലാണ് തെക്കൻ പെറുവിലെ കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന മരുപ്രദേശത്ത്
പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ അസാധാരണ കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തെത്തുന്നത്. ജിയോഗ്ലിഫ് അഥവാ ഭൂമിയിലുണ്ടാക്കിയ പ്രത്യേക അടയാളങ്ങളായിരുന്നു അത്. നാസ്ക ലൈൻസ് എന്ന് പേരിട്ട അവ 140-ലേറെ എണ്ണമുണ്ടായിരുന്നു. മനുഷ്യർ, മൃഗങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ മാത്രമല്ല, വിചിത്രങ്ങളായ പല ചിത്രങ്ങളും വമ്പൻ വലുപ്പത്തിൽ ഒരു പ്രദേശത്താകെ വരച്ചിട്ട നിലയിലായിരുന്നു അത്. ചിലതിന് 2500 വർഷം വരെ പഴക്കമുണ്ടായിരുന്നു. എന്നാൽ ഇവയ്ക്ക് മനുഷ്യന്റെ പറക്കലുമായി എന്താണ് ബന്ധം? അതാണ് ഗവേഷകരെ ഇന്നും കുഴക്കുന്ന വിഷയം. ആകാശത്ത് നിന്ന് നോക്കിയാൽ മാത്രം കൃത്യമായ രൂപം മനസ്സിലാക്കാനാകുന്ന വിധത്തിലായിരുന്നു ഓരോ രൂപത്തിന്റെയും ചിത്രീകരണം. ഈ കണ്ടെത്തൽ നടത്തിയ ജപ്പാനിൽ നിന്നുള്ള പുരാവസ്തു ഗവേഷകർ പല രൂപങ്ങളും തിരിച്ചറിഞ്ഞത് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്താലായിരുന്നു. പെറുവിലെ നാസ്ക വിഭാഗക്കാരാണ് ഇത് വരച്ചതെന്ന് തെളിഞ്ഞെങ്കിലും എന്തിനു വേണ്ടിയാണെന്നതിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. 2014 കണ്ടെത്തിയ പല ചിത്രങ്ങളും BC 100 തയ്യാറാക്കിയതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. BC 100 മുതൽ AD 800 വരെയായിരുന്നു നാസ്ക വിഭാഗക്കാർ ജീവിച്ചിരുന്നത്. ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത് ഇത് വാനനിരീക്ഷണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാകാമെന്നാണ്. എന്നാൽ മറുവിഭാഗത്തിന്റെ വാദം ഇത് ആചാരപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ആകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ദൈവങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ട് പ്രീതിപ്പെടുമെന്നായിരുന്നു വിശ്വാസമെന്നും അവർ വാദിക്കുന്നു. ഏതായാലും നിങ്ങൾക്കെന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? പ്ലെയിൻ ഓഫ് ജാർസ്, ലായോസ്. പലയിടത്തായി ചിതറിക്കിടക്കുന്ന കൂറ്റൻ ജാറുകൾ, ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് വമ്പൻ പാറകൾ കൊണ്ട്. ഓരോന്നിനും ഒരു മനുഷ്യനേക്കാളും ഉയരം, അതായത് ഏകദേശം 10 അടിയോളം ഉയരം. അവയ്ക്കാണെങ്കിൽ 9000 കിലോഗ്രാമോളം ഭാരവും വരും. ഇങ്ങനെ ഒരു നിർമ്മിതിയെക്കുറിച്ച് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും വിശ്വസിച്ചേ മതിയാകും. ലാവോസിലെ ഫൊൻസെയ്വൻ ഗ്രാമത്തോട് ചേർന്നുള്ള കൊടുങ്കാട്ടിലാണ് ഈ ജാറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നും രണ്ടുമല്ല, 400ഓളം ജാറുകളാണ് പ്രദേശത്തു നിന്നും കണ്ടെത്തിയത്. ഇത് നിർമ്മിച്ചത് എന്തിനാണെന്നോ ആരാണെന്നോ ആർക്കും ഒരു പിടിയുമില്ല. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ ജാറുകൾക്ക് പിന്നിലെ രഹസ്യം ഇപ്പോഴും ഗവേഷകർക്ക് അജ്ഞാതമാണ്. 1930കളിൽ ഫ്രഞ്ച് പുരാവസ്തു ഗവേഷക മെഡലിൻ കൊലാനിയാണ് ഈ പ്രദേശത്ത് പാറ കൊണ്ടുള്ള ജാറുകൾ ആദ്യമായി കണ്ടെത്തിയത്. അന്വേഷിച്ചപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞത് അത് പണ്ട് രാക്ഷസന്മാർ വീഞ്ഞ് കുടിക്കാൻ ഉപയോഗിച്ചതാണെന്നാണ്. മറ്റു ചിലർ കരുതിയത് പണ്ടുകാലത്ത് യാത്രക്കിടെ കച്ചവടക്കാർക്ക് കുടിക്കാൻ വെള്ളം നിറച്ച് വച്ചിരുന്നതാണെന്നുമാണ്. എന്നാൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി. ജാറുകൾക്കുള്ളിൽ മനുഷ്യ ശരീരം പൊടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണുള്ളത്. മാത്രവുമല്ല, ജാറുകൾക്ക് സമീപത്തെ ഗുഹകളിൽ നിറയെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും. ഏതെങ്കിലും മാരകരോഗം ബാധിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാണ് ഈ ജാറുകൾ ഉപയോഗിച്ചതെന്നാണ് ഇപ്പോഴുള്ള പ്രധാന വാദം. അതിനകത്തിരുന്നു ദ്രവിച്ചതിനു ശേഷം ഗുഹയ്ക്കകത്ത് ആചാരങ്ങളോടെ എല്ലുകൾ മറവ് ചെയ്യുന്നതായിരിക്കാം രീതി. ജാറുകൾ കണ്ടെത്തിയ മേഖലയിൽ 1000 വർഷം മുൻപ് ഏതെങ്കിലും മനുഷ്യവിഭാഗം ജീവിച്ചിരുന്നതിന്റെ തെളിവുകളും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്നാലും എന്തായിരിക്കും ഈ ജാറുകൾക്ക് പിന്നിലെ രഹസ്യം? ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയ സ്ഥലം ഏതാണെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.